കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൽ ഇന്ന് ഫുട്ബോൾ ടർഫുകൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടുകൾ? കിക്ക് ഓഫിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഫുട്ബോൾ എന്നത് വെറുമൊരു കായിക ഇനം മാത്രമല്ല, അതൊരു വികാരം കൂടിയാണ് മലബാറുകാർക്ക്. ഗ്രാമങ്ങൾ നഗരങ്ങളായും തരിശു ഭൂമികൾ ഫ്ളാറ്റുകളായും മാറിയപ്പോൾ ഫുട്ബോൾ മൈതാനങ്ങൾ പലതും ഇന്ന് നാമാവശേഷമായി. എങ്കിലും ഫുട്ബോളിനെ കൈവിടാൻ ഇവിടുത്തെ ജനത തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ മൈതാനം എന്ന പുത്തൻ സങ്കല്പം നാട്ടിൻപുറങ്ങളിൽ പോലും ഇന്ന് യാഥാർത്ഥ്യമാക്കിയത്. കേരളത്തിലാദ്യമായി തിരുവനന്തപുരത്ത് ഇത്തരം കോർട്ടുകൾ നിർമ്മിതമായപ്പോൾ കണ്ണു തള്ളിയിരുന്നവർ മലബാറിലെ എണ്ണിയാൽ തീരാത്ത ഇത്തരം ടർഫുകൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ടർഫുകൾ മുളച്ചു പൊങ്ങുകയാണ്. ചൈനയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മികച്ച നിലവാരമുള്ള ടർഫുകൾ ഉപയോഗിച്ചാണ് ആർട്ടിഫിഷ്യൽ കോർട്ടുകൾ നിർമ്മിക്കുന്നത്. 5സിന് 30 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും, 7സിന് 33 മീറ്റർ നീളവും 23 മീറ്റർ വീതിയുമുള്ള കോർട്ടുകളാണ് കൂടുതലായും നിർമ്മിക്കുന്നത്. കോർട്ടിന് ചുറ്റും വല കൊണ്ട് മറച്ച് ഫിഫയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കോർട്ടുകളെല്ലാം നിർമ്മിക്കുന്നത്. സാധാരണ ഗ്രൗണ്ടുകളേക്കാൾ പരിക്ക് സാധ്യത കുറവായതിനാൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കളിക്കാനെത്തുന്നു. തിരക്കിട്ട ജീവിതത്തിനിടയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം ലഭിക്കാതെ പോകുമ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇത്തരം ടർഫുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. കുട്ടികൾക്ക് കോച്ചിങ് ക്യാമ്പുകൾ നൽകി വരുന്ന കോർട്ടുകളും ഏറെയാണ്. ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ്സ്, ഗാലറി, കഫ്റ്റീരിയ എന്നീ സൗകര്യങ്ങൾ കോർട്ടുകളിലെല്ലാം ലഭ്യമാണ്. കളിക്കാനെത്തുന്നവർക്ക് പ്രൊഫഷണൽ തലത്തിൽ കളിക്കുന്നതിനോട് സമാനമായ അനുഭവം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറമ്പാടൻ ഫിഫോ ടർഫ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട്, വരുന്ന ആളുകൾക്ക് നന്നായിട്ട് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഇൻ്റർനാഷണൽ ടർഫ് കോർട്ട് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ലെവലിലുള്ള എല്ലാ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അടിയിൽ തന്നെ നല്ല പൈപ്പുകൾ ഉപയോഗിച്ച് വെള്ളം ഇറങ്ങി വരികയുമായ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി എല്ലാ പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് ഇടുകയും അത് പ്രത്യേകിച്ച് ഡ്രെയിനേജായിട്ട് തന്നെ പുറത്തേക്ക് തള്ളിപ്പോകുന്ന സിസ്റ്റം ഉണ്ടാവുകയും അതിൻ്റെ മുകളിൽ നമ്മുടെ സോഡിങ് മെറ്റലിടുകയും അതിനുശേഷം 6 ഇഞ്ച് 6 ഇഞ്ച് മെറ്റൽ ഉപയോഗിക്കുകയും അതിനുശേഷം 4 ഇഞ്ച് മെറ്റൽ ഉപയോഗിക്കുകയും അതിനുശേഷം വളരെ ഭംഗിയായി ലെവലാക്കി പൊടി ഉപയോഗിച്ച് ലെവലാക്കുകയും അങ്ങനെ നമ്മൾ ടർഫ് നല്ല ഏറ്റവും ക്വാളിറ്റി കൂടിയ നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ 2 കളറുള്ള പച്ച തന്നെ ഗ്രീനും ഡാർക്കും ലൈറ്റുമായിട്ടുള്ള ലെവലുള്ള ഒരു ഗ്രീനിഷ്, ഡാർക്ക് ഗ്രീനിഷും ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ടർഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം ചെയ്തത്. പുലർച്ചെ വരെ നീളുന്ന പല വൺ ഡേ ടൂർണമെൻറ്റുകൾക്കും ഇവിടം വേദിയാവാറുണ്ട്. രാവിലെ 6 മണി മുതൽ പാതിരാത്രി വരെയാവും പലയിടങ്ങളിലെയും സമയക്രമം. 5സിന് 1500 രൂപയും 7സിന് 2500 രൂപയുമാണ് നിരക്കുകൾ. പ്രൈം ടൈം നിരക്ക് പിന്നെയും കൂടും. 25 മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവുകൾ. നാട്ടിൻപുറങ്ങളിലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിന്ന് ഇത്തരം ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടുകളിലേക്ക് മാറുമ്പോഴും മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പുത്തൻ സംരംഭങ്ങൾ എന്നും മലപ്പുറം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഫുട്ബോളിൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി കിക്ക് ഓഫിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.